വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തതോടെ സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ നിന്ന് വീഡിയോ പിൻവലിച്ചു. സംഭവം വിവാദമായതോടെയാണ് വീഡിയോ പിൻവലിച്ചത്. ഡിവൈഎഫ്ഐയും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വർഗീയവൽക്കരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഈ ഒരു കാര്യത്തിലൂടെ? തീർച്ചയായും മുന്നേ തന്നെ ഈ റെയിൽവേയുമായി സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. RSSന്റെ നയം അടിച്ചേൽപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അവ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെയും കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഈ എറണാകുളത്ത് നിന്നും ഈ ബാംഗ്ലൂരുവിലേക്ക് ഇത്തരത്തിൽ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഈ കന്നി യാത്ര ആരംഭിച്ചത്. ഈ ഒരു വാഹനത്തിൽ, ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഈ കുട്ടികൾക്ക് പ്രത്യേകമായ പെർമിഷൻ നൽകി അവരെയും ഈ യാത്രയുടെ ഭാഗമാക്കിയിരുന്നു. ഇവരാണ് ഇത്തരത്തിൽ ഈ RSSന്റെ ഗണഗീതം ആലപിച്ചത്. എന്ത് തന്നെയാലും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു രീതിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായി ഈ കുട്ടികൾ ഈ ഗണഗീതം ആലപിക്കുകയും അത് ഫോണിൽ പകർത്തുകയും അത് പിന്നീട് സദേൺ റെയിൽവേയുടെ എക്സ് പേജിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്തത്. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് കാരണം ഉണ്ടാക്കിയത്. അതായത് RSS നയം നടപ്പിലാക്കുന്നു, റെയിൽവേയിൽ RSS നയം നടപ്പിലാക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനഗണമന ആലപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായത്. അതോടുകൂടി സദേൺ റെയിൽവേയുടെ എക്സ് പേജിൽ നിന്നും ഈ ഒരു വീഡിയോ, അതായത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ RSSന്റെ ഗണഗീതം ആലപിക്കുന്ന ഈ ഒരു വീഡിയോ അത് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് റെയിൽവേ മാറുകയായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേയോട് വിശദീകരണം ചോദിച്ചിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥരെ അടക്കം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അല്ലാതെ ഇത്തരത്തിൽ റെയിൽവേയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെ ഇതിനു പിന്നിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അറിവോടെ തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു അജണ്ട, RSS അജണ്ട ഇതിനു പിന്നിൽ ഉണ്ട് എന്നും വളരെ വ്യക്തമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്ത് തന്നെയായാലും പ്രതിഷേധം കടുത്തതോടുകൂടി നിലവിലിപ്പോൾ ആ എക്സ് പേജിൽ നിന്നും നിലവിൽ ആ വീഡിയോ റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നു. തന്നെ ചെയ്യും. സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിൻ സർവീസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. അപ്പോൾ പിന്നെ ഇത്തരത്തിൽ വർഗീയ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അവരുടെ ഗൂഢ അജണ്ട, അത് RSS ആകട്ടെ BJP ആകട്ടെ X or Y ഏത് പാർട്ടി ആയാലും അവരുടെ ഗൂഢ അജണ്ട ഇത്തരത്തിൽ പാട്ടുകളായും കഥകളായും ചിത്രങ്ങളായും വീഡിയോകളായും ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വെച്ചുപൊറിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നടപടി തന്നെയാണ്. അതിനാലാണ് ഇത്രയും അധികം പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉയരുന്നത്. തീർച്ചയായും ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അതിന്റെ പുതിയ സർവീസുകൾ കൊണ്ടുവരുന്നു. കേരളത്തിന് ഒരു അധിക സർവീസ് കൂടി ലഭിക്കും. ഇവിടെ ഇതൊക്കെ BJPയുടെ ഔദാര്യം എന്ന രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ നീക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് തന്നെയാണ്, അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഗണഗീതം ആലപിക്കുന്ന ഈ സംഭവം അടക്കം ഉണ്ടായത്. ഇതൊക്കെ BJPയുടെ ഔദാര്യം കൊണ്ടാണ് നിലവിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുവാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മന്ത്രി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ വളരെ കൃത്യമായ രീതിയിൽ ഇതിൽ വിശദീകരണം അടക്കം നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പുതിയൊരു വന്ദേ ഭാരത് സർവീസ് കേരളത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതൊരു ഔദാര്യമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണെന്ന രീതിയിലുള്ള കൃത്യമായ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ മാത്രം ഫലമാണ് എന്ന രീതിയിലേക്ക് BJP നേതാക്കൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.